വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ SCERT ബയോളജി സീരീസിന്റെ ക്ലാസ് 2 ആണ് അല്ലെ. ക്ലാസ് 1 നമ്മൾ കോശങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട് 2 ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചത്. ഇന്ന് കലകളുമായി ബന്ധപ്പെട്ട് ടോപ്പിക് നമ്പർ 2 കലകളാണ്. കലകളുമായി ബന്ധപ്പെട്ട് 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കുന്നത്. ഓൾഡ് SCERT 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 2 കോശജാലങ്ങൾ, അതുപോലെ ന്യൂ SCERT 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 9 കോശങ്ങളും കോശജാലങ്ങളും. അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ച ആ ഒരു ഭാഗത്ത് നിന്നുള്ള കുറച്ച് കാര്യങ്ങളും അതോടനുബന്ധിച്ച് എന്തൊക്കെയാണ് കലകൾ, എന്തൊക്കെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്റേഴ്സിൽ വരുന്നത്. ഓക്കെ, ഓൾഡ് SCERTയിലെ ചാപ്റ്ററും പഠിക്കുന്നുണ്ട്, ന്യൂ SCERTയിലെ ചാപ്റ്ററും പഠിക്കുന്നുണ്ട്. കണ്ടന്റുകളൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. ഒരു ചാപ്റ്റർ പഠിച്ച് മറ്റൊരു ചാപ്റ്റർ കൂടി നമ്മൾ കവർ ചെയ്യുമ്പോൾ, ഇതേ കണ്ടന്റ് ഉള്ള മറ്റൊരു ചാപ്റ്ററോടെ കവർ ചെയ്യുമ്പോൾ നല്ലൊരു റിവിഷൻ ആയിരിക്കും നമുക്ക് കേട്ടോ. അപ്പൊ ഏറ്റവും ആദ്യം 8th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERTയിലെ ഈ ഒരു ചാപ്റ്റർ നോക്കാം. അതിനു മുൻപ് നമ്മളുടെ ചാനലിലേക്ക് പുതിയതായി ജോയിൻ ചെയ്തവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, നമ്മൾ LP UP ക്ലാസ്സുകൾ, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരേ ഒരു ക്ലാസ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലെ. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും നമ്മളുടെ LP UPയുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വരുന്നത്. LP UPക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും അതുപോലെ VFA, ബെവ്കോ LD, കമ്പനി ബോർഡ് LGS തുടങ്ങിയ 10th ലെവൽ മെയിൻസ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവരും LGSന് പ്രിപ്പയർ ചെയ്യുന്നവരും ഫോഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം എന്ത് ചെയ്യുക, ഈ SCERT ലെസൺസിന്റെ അല്ലെ SCERT സീരീസ് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറെഡി നമ്മൾ SCERT സീരീസ് ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബയോളജിയാണ് റണ്ണിങ്ങിലുള്ളത്. അപ്പൊ ഫിസിക്സ് കാണാത്തവർ സമയം പോലെ അതും കൂടി കണ്ടു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. സ്റ്റാൻഡേർഡ് 8 ഓൾഡ് SCERT ചാപ്റ്റർ 2 കോശജാലങ്ങൾ. അപ്പൊ ആദ്യം തന്നെ എന്താണ് ജാലം എന്ന് പറഞ്ഞാൽ? ജാലം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം അല്ലെ, കൂട്ടം. അപ്പൊ കോശങ്ങളുടെ കൂട്ടത്തിനെയാണ് എന്ത് പറയുന്നത്? കലകൾ എന്ന് പറയുന്നത്. കോശങ്ങളുടെ കൂട്ടം, ഈ ഒരു ടേമിൽ നിന്ന് നമുക്ക് കിട്ടും. കോശത്തിന്റെ കൂട്ടത്തിനെയാണ് എന്ത് പറയുക? കലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കുട്ടി ഒരു സംശയം ഉന്നയിക്കുകയാണ്. ശരീരഭാഗങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്, എന്നാൽ കണ്ണും മൂക്കും നാക്കും എല്ലാം എത്ര വ്യത്യസ്തമാണ് എന്നാണ് ആ കുട്ടി ചിന്തിക്കുന്നത്. ഓക്കെ, അതായത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഇനം കോശങ്ങളാണോ കാണപ്പെടുന്നത്? അല്ല അല്ലെ. അപ്പോൾ ഇവിടെ നമുക്കൊരു ചിത്രീകരണം തന്നിട്ടുണ്ട്. പല ശരീരഭാഗങ്ങളിലും പലതരത്തിലുള്ള കോശങ്ങളാണ്. നാഡീകോശങ്ങൾ, അസ്ഥികോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ തുടങ്ങി കോശങ്ങൾ ഒരുപാട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഒരുപാടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കതൊക്കെ നോക്കാം. കോശങ്ങളിലെ വൈവിധ്യം. മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഭാഗവും വിവിധ തരത്തിൽപ്പെട്ട കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ, രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിൽ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. മനുഷ്യ ശരീരത്തിൽ 200ഓളം വ്യത്യസ്ത ഇനത്തിലുള്ള കോശങ്ങളുണ്ട്. എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ, രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ എന്നിങ്ങനെ. ഓക്കെ, അപ്പോ ഇനി എന്താണ് കലകൾ എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ കോശങ്ങളുടെ ക്രമീകൃതവും നിയന്ത്രിതവുമായിട്ടുള്ള പ്രവർത്തനം കാരണമാണ് ശരീരത്തിന്റെ സുസ്ഥിതിക്ക് ആധാരമായിട്ടുള്ളത് അല്ലെ. അതായത് കോശങ്ങളുടെ എല്ലാം ക്രമീകൃതമായിട്ടുള്ള അല്ലെ നിയന്ത്രിതമായിട്ടുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ശരീരത്തിന്റെ സുസ്ഥിതിക്ക് ആധാരമായിട്ടുള്ള കാര്യം. ഈ കോശങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കാതെ അതെന്താണ്, സമാനമായിട്ടുള്ള കോശങ്ങളുടെ ഓരോ കൂട്ടായ്മയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പുകളായിട്ടാണ് ഇവര് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്തരം കോശങ്ങളെയാണ് എന്ത് പറയുന്നത്? കലകൾ എന്ന് പറയുന്നത്. അതായത് ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെടുന്നതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായിട്ടുള്ള സമാന കോശങ്ങളുടെ കൂട്ടത്തെയാണ് കലകൾ എന്ന് പറയുന്നത്, ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഒരു കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടത്തിനെയാണ് എന്ത് പറയുന്നത്? കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ കോശങ്ങൾ കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ടിഷ്യൂസ് ഉണ്ടാവുന്നത്, കലകൾ ഉണ്ടാവുന്നത്. ബഹുകോശ ജീവികളായിട്ടുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധ ഇനം കലകളുണ്ട്. ബഹുകോശ ജീവികളായിട്ടുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ഡിഫറെന്റ് ടൈപ്സ് ടിഷ്യൂസ് ഉണ്ട്. വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം വളരെ സഹായകമാണ്. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഒറ്റ കോശത്തിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. PYQ ആണ്. സിക്താണ്ഡം എന്ന ഒറ്റ
കോശത്തിൽ നിന്ന്, സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മളുടെ ശരീരം. സിക്താണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായിട്ടുള്ള കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായിട്ട് മാറുന്നു. ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു. ഈ പ്രക്രിയയാണ് കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു ഭാഗം പഠിച്ചു വെച്ചേക്കണം. സിക്താണ്ഡം എന്നൊരൊറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മളുടെയൊക്കെ ശരീരം എന്ന് പറയുന്നത്. അതുപോലെ ഈ സിക്താണ്ഡം തുടർച്ചയായിട്ട് വിഭജിച്ച് ആകൃതിയിലും വലിപ്പത്തിലും അതിന്റെ കണ്ടന്റിലും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായിട്ട് മാറുകയും ഈ ഭ്രൂണകോശങ്ങൾ കാലക്രമേണ ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യത്തും ഒക്കെ കൈവരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ രൂപത്തിലേക്കായി മാറിയത് അല്ലേ. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു ഇമേജ് നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാ തന്നിരിക്കുന്നത് നോക്കിയേ, കണ്ടോ, സിക്താണ്ഡം വൈവിധ്യവൽക്കരിക്കപ്പെട്ട ഒരു കോശമാണ്. ഇനി അതിൽ നിന്ന് ഭ്രൂണകോശങ്ങൾ ഉണ്ടാവുകയാണ്. ഭ്രൂണകോശങ്ങൾ ഉണ്ട്, നാഡീകോശങ്ങൾ, അസ്ഥികോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ. ഇത് പൂർണ്ണമായും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങൾ അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷന് ശേഷമുള്ള ഇമേജ് ആണ് തന്നിരിക്കുന്നത്. സെൽ ഡിഫറൻസിയേഷന് ശേഷം നാഡീകോശങ്ങൾ, അസ്ഥികോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ ഒക്കെ ആയിട്ട് സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരികയാണ്. മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. ഇവിടെ വിത്ത് കോശ ഗവേഷണ രംഗത്ത് വൻ മുന്നേറ്റം എന്ന് പറഞ്ഞൊരു പേപ്പർ കട്ടിംഗ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ്? എന്താണ് സ്റ്റെം സെൽസ്? ഏത് കോശമായിട്ടും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ. ഏത് കോശമായിട്ടും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ. വിത്ത് കോശങ്ങളെ തന്നെയാണ് എന്ത്, മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നത്. മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നത് എന്താണ്, വിത്ത് കോശങ്ങൾ തന്നെയാണ്. ദീർഘമായ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ ദീർഘമായിട്ടുള്ള സെൽ ഡിഫറൻസിയേഷന് വിധേയമാകുന്ന വിത്ത് കോശങ്ങൾ എന്ത് ചെയ്യും, വിത്ത് കോശങ്ങൾ മറ്റു കോശങ്ങളായിട്ട് മാറാനായിട്ട് കഴിവുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതായത് സെൽ ഡിഫറൻസിയേഷന് വിധേയമായിട്ട് സ്റ്റെം സെൽസിന് മറ്റു കോശങ്ങളായിട്ട് മാറാനുള്ള, രൂപാന്തരപ്പെടാനുള്ള ഒരു കഴിവുണ്ട്. വിത്ത് കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനോ വിത്ത് കോശങ്ങൾ തന്നെയായി തുടരാനോ ഉള്ള കഴിവുണ്ട്. നോക്കിയേ, കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഇവയിൽ നിന്നാണ്. മജ്ജ, ത്വക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം വിത്ത് കോശങ്ങൾ ഉണ്ട്. ഗവേഷണശാലകളിലെ സവിശേഷ സാഹചര്യങ്ങളിൽ വിത്ത് കോശങ്ങളിൽ നിന്ന് അഭിലഷണീയമായ കോശങ്ങൾ രൂപപ്പെടുത്താൻ ഇന്ന് ശാസ്ത്രലോകത്തിന് കഴിയും. രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയിലും കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിത്ത് കോശ ഗവേഷണം വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചികിത്സാ രംഗത്തെല്ലാം വിത്ത് കോശങ്ങൾ കൊണ്ട് വലിയ വഴിത്തിരിവുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലാണ് പ്രതീക്ഷകൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ വിത്ത് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. വിത്ത് കോശങ്ങളുടെ മറ്റൊരു പേരാണ് മൂലകോശങ്ങൾ. അപ്പൊ ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെ വിത്ത് കോശങ്ങൾക്ക് മറ്റു കോശങ്ങളായി മാറാനുള്ള കഴിവുമുണ്ട്, അല്ലെങ്കിൽ വിത്ത് കോശങ്ങൾ തന്നെയായി തുടരാനുള്ള കഴിവും ഉണ്ട്. അതായത് കലകളിലെ കോശങ്ങളൊക്കെ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നതെല്ലാം വിത്ത് കോശത്തിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ ത്വക്ക്, മജ്ജ, അന്നപദം ഇവിടെയുള്ള ശരീരഭാഗങ്ങളിലെല്ലാം എന്തുണ്ട്, വിത്ത് കോശങ്ങളുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി ജന്തു കലകളെ കുറിച്ചാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ആനിമൽ ടിഷ്യൂസ്. ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണേ. ആദ്യം ആവരണ കല. അപ്പൊ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആവരണം ചെയ്ത് കാണപ്പെടുന്നു. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ആവരണ കലയുടെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആവരണകലയെ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്നുകൂടി നമുക്ക് പറയാം. കല എന്നാൽ ടിഷ്യൂ, ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. അതുപോലെ അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. അപ്പൊ ആവരണം ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക എന്നുള്ളതാണ് ആവരണ കലയുടെ ഒരു ഡ്യൂട്ടി. പിന്നെ സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. 3 കാര്യങ്ങളാണ് ആവരണ കലയെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു, അന്നപദത്തിന് ആവരണം നൽകുന്നു, അല്ലെ അന്നപദത്തിന്റെ ഉൾഭിത്തിയിൽ ആവരണം ചെയ്യുന്നു. പിന്നെ സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് ആവരണ കലയാണ്. അടുത്തത് നാഡീകല. നാഡീകലയുടെ ഇമേജ് കണ്ടല്ലോ.
എന്തൊക്കെയാണ്? ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. നോക്കിയാൽ എന്തൊക്കെയാണ്? ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രതികരിക്കാൻ സഹായിക്കുന്നു. ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. അടുത്തത് പേശീകല അല്ലെങ്കിൽ മസ്കുലാർ ടിഷ്യൂ. എന്താണ്? സങ്കോചിക്കുവാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് ഈ പേശീകലകളിൽ അടങ്ങിയിരിക്കുന്നത്. സങ്കോചിക്കുവാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് പേശി കോശങ്ങൾ ആ കോശങ്ങൾ ചേർന്നാണ് എന്തുണ്ടായത്? പേശീകല ഉണ്ടായത്. ശരീരചലനം സാധ്യമാക്കുന്നത് പേശീകലയാണ്. സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് പേശീകലയിൽ അടങ്ങിയിരിക്കുന്നത്. ശരീരചലനം സാധ്യമാക്കുന്നതിലും പേശീകലയ്ക്ക് വലിയ പങ്കുണ്ട്. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, യോജകകല. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു. യോജകകലയുടെ ഡ്യൂട്ടി എന്താണ്? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നു. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം. കണ്ടോ? അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ യോജക കലകൾക്ക് ഉദാഹരണമാണ്. ഈ രക്തം എന്ത് ടൈപ്പ് കലയാണ് എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. രക്തം ഒരു യോജക കലയാണ്. ഓക്കെ. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നു. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ വിവിധ യോജക കലകളാണ്. അതുപോലെ അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയുമാണ് നൽകുന്നത്. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുമ്പോൾ നാരുകല ഫൈബ്രസ് ടിഷ്യൂ ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രക്തത്തിന്റെ ഡ്യൂട്ടി എന്താണ്? പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. ഓക്കെ. അപ്പോൾ അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും ഒക്കെ നൽകുന്നുണ്ട്. അതുപോലെ ചലനത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ആന്തര അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. അപ്പോ അസ്ഥി, തരുണാസ്ഥി എന്നിവ ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. ചലനത്തിന് സഹായിക്കുന്നു. ആന്തര അവയവങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. നാരുകലയാണെങ്കിലോ ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങളാണ് രക്തം എന്ന യോജക കല നിർവഹിക്കുന്നത്. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് യോജക കലയുടെ മൊത്തത്തിലുള്ള ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ യോജക കലകൾക്ക് ഉദാഹരണമാണ് അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം എന്നിവ ഇമ്പോർട്ടന്റ് ആണ്. ഇനി യോജക കലകൾ എന്ന് പറഞ്ഞ് മറ്റൊരു ബോക്സ് തന്നിട്ടുണ്ട്, അത് നോക്കാം. അവിടെയും PYQ ചോദിച്ചിട്ടുള്ളതുണ്ട്. ഓക്കെ. പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് യോജക കലകൾ നിർവഹിക്കുന്നത്. ഓക്കെ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡൻ, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ടെൻഡൻ എന്നാൽ പേശിയും അസ്ഥിയും തമ്മിൽ യോജിപ്പിക്കുന്നതാണ്. പേശിയും അസ്ഥിയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ആര്? ടെൻഡൻ എന്ന് പറയുന്നത് പേശിയും അസ്ഥിയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ, അസ്ഥികളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. അസ്ഥിയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുക എന്നാണ് ആരുടെ ഡ്യൂട്ടി? ലിഗമെന്റ്സിന്റെ ഡ്യൂട്ടി. ലിഗമെന്റ്സിനെയാണ് എന്ത് പറയുന്നത്? സ്നായുക്കൾ എന്ന് പറയുന്നത്. സ്നായുക്കൾ ഇത് തമ്മിൽ മാറിപ്പോവരുത്. ലിഗമെന്റ്സും ടെൻഡനും തമ്മിൽ മാറിപ്പോവരുത്. പേശി അസ്ഥിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ ടെൻഡനും, അതുപോലെ തന്നെ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ ലിഗമെന്റ്സ് അല്ലെങ്കിൽ സ്നായുക്കളുമാണ്. കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല എന്നിവയെല്ലാം ഈ ധർമ്മമാണ് നിർവഹിക്കുന്നത്. ക്ലിയർ ആയോ? ഏത് ധർമ്മമാണ്? അതായത് മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് പൊതുവായിട്ട് യോജക കലകൾക്കുള്ളത്. അതിൽ തന്നെ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനും അസ്ഥിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നായുക്കളും കണ്ണുകളെയും വൃക്കകളെയും എല്ലാം യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് നാരുകലയുമാണ്.
ക്ലിയർ ആയല്ലോ. ഇനി യോജക കലകളായിട്ടുള്ള അസ്ഥി കലയും തരുണാസ്ഥി കലയും ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുന്നു. ഇതാണ് നമ്മൾ മുന്നേ ആഡ് ചെയ്ത് പറഞ്ഞത്. ആന്തര അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. യോജക കലകളായിട്ടുള്ള അസ്ഥി കലയും തരുണാസ്ഥി കലയും ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുന്നു. ആന്തര അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദ്രാവക കലയായ രക്തവും യോജക കലകളിൽ പെടുന്നു. ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം തുടങ്ങി വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യവുമാർന്ന കലകളാണ് യോജക കലകൾ. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കാം, ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വൈവിധ്യമാർന്നതുമായിട്ടുള്ള കലകളാണ് യോജക കലകൾ. രക്തം ഒരു യോജക കലയാണ്. അസ്ഥി, തരുണാസ്ഥി, നാരുകല എന്നിവ മറ്റ് യോജക കലകളാണ്. പൊതുവെ എന്താണ്, മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് യോജക കലകൾക്കെങ്കിലും ഓരോ യോജക കലകളുടെയും ഡ്യൂട്ടീസ് നമ്മൾ എടുത്തു വെച്ച് സെപ്പറേറ്റ് പഠിക്കണം. അസ്ഥി, തരുണാസ്ഥി ആണെങ്കിൽ എന്താണ്? ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു, ചലനത്തിന് സഹായിക്കുന്നു, ആന്തര അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. നാരുകലയാണെങ്കിൽ ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ദ്രാവക കലയായിട്ടുള്ള നമ്മുടെ രക്തത്തിന്റെ ഡ്യൂട്ടി എന്താണ്? പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം എന്നിവയെല്ലാം രക്തത്തിന്റെ ധർമ്മമാണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് മെരിസ്റ്റമിക കലകൾ. ഇനി നമ്മൾ സസ്യങ്ങളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സസ്യങ്ങളുടെ കാര്യങ്ങളാണ്. അതിനു മുമ്പ് സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രഭാഗങ്ങളിലാണ് വളർച്ച പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ജന്തുക്കളിൽ അങ്ങനെയാണോ? പ്രത്യേക ഒരു സ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടല്ല വളർച്ച നടക്കുന്നത്. എന്നാൽ സസ്യങ്ങളിൽ എങ്ങനെയാണ്? സസ്യങ്ങളിൽ വളർച്ച നടക്കുന്നത് വേരിന്റെയും അതുപോലെ കാണ്ഡത്തിന്റെയും അഗ്രങ്ങളിലാണ്. ജന്തുക്കളിൽ അങ്ങനെ പ്രത്യേക സ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചല്ല വളർച്ച നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സസ്യ വളർച്ച നിശ്ചിത സ്ഥാനങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നതിന് കാരണം എന്താണ്? അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മെരിസ്റ്റമിക കലകൾ. സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കലകൾ. എന്താണ്? സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു. മനസ്സിലായോ? അപ്പൊ ഈ മെരിസ്റ്റമിക കലകൾ വിഭജിച്ചാണ് പുതിയ ലഘുകലകളും സംവഹന കലകളും ഒക്കെ ഉണ്ടാകുന്നത്. സസ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ടിഷ്യൂ ആണ് എന്ത്? മെരിസ്റ്റമിക കലകൾ. ഇത് കാണുന്നത് എവിടെയാണ്? കാണ്ഡത്തിന്റെയും വേരിന്റെയും ഒക്കെ അഗ്രസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത്. സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ. ഇവയുടെ ത്വരിത ഗതിയിലുള്ള വളർച്ചയ്ക്ക് അല്ലെ വിഭജനമാണ് എന്ത് ചെയ്യുന്നത്? സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. അപ്പൊ ഈ മെരിസ്റ്റമിക കലകൾ വിഭജിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ ലഘുകലകളും സംവഹന കലകളും ഒക്കെ ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു മെരിസ്റ്റമിക കലയുടെ പിക്ചറും അതുപോലെ പൂർണ്ണ വളർച്ച എത്തിയ ഒരു കോശത്തിന്റെ പിക്ചറും തന്നിട്ടുണ്ട്. ഒന്ന് നോക്കാം. നോക്കിയേ, മെരിസ്റ്റമിക കോശം. മെരിസ്റ്റമിക കോശമാണെങ്കിൽ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇവിടെ നോക്കൂ. ഇവിടെ താരതമ്യേന വലിയ മർമ്മമാണ് കാണപ്പെടുന്നത്. മെരിസ്റ്റമിക കോശത്തില് താരതമ്യേന വലിയ മർമ്മമാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തിയാണുള്ളത്. കൂടുതൽ കോശദ്രവ്യമുണ്ട്. ഇനി പൂർണ്ണ വളർച്ച എത്തിയ സസ്യത്തിലാണെങ്കിൽ എങ്ങനെയാണ്? ഇവിടെ എന്താണ്? മർമ്മത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് കമ്പയർഡ് ടു മെരിസ്റ്റമിക കോശം വലിപ്പം കുറവായിരിക്കും. മർമ്മത്തിന് വലിപ്പം കുറവായിരിക്കും. അതുപോലെ തന്നെ കോശഭിത്തിയുടെ കനം എന്താണ്? കട്ടി കൂടിയ ദ്വിതീയ ഭിത്തിയാണ് അല്ലെ. പ്രാഥമിക ഭിത്തിയും ഉണ്ട്, ദ്വിതീയ ഭിത്തിയും ഉണ്ട്. അതിൽ ദ്വിതീയ ഭിത്തിക്ക് എന്താണ്? കട്ടി കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കോശദ്രവ്യത്തിന്റെ അളവാണെങ്കിലോ? കോശദ്രവ്യത്തിന്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. സെല്ലിലെ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? അവിടെ ഈ ഒരു കോശദ്രവ്യത്തിന്റെ അളവ് കുറവായിരിക്കും. പക്ഷെ മെരിസ്റ്റമിക കോശങ്ങളിൽ എന്താണ്? കൂടുതലാണ്. ഓക്കെ, കോശദ്രവ്യത്തിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത്. മർമ്മത്തിന്റെ ആനുപാതിക വലിപ്പം. ഇവിടെ എന്താണ്? വലിപ്പം എന്ന് പറയുന്നത് മെരിസ്റ്റമിക കോശങ്ങളിൽ വലിയ മർമ്മമായിരിക്കും. ഇവിടെയോ പൂർണ്ണ വളർച്ച എത്തിയ സസ്യകോശങ്ങളിൽ കമ്പാരിറ്റീവ്ലി സ്മോൾ ആണ് അല്ലെ. കമ്പാരിറ്റീവ്ലി ചെറിയ എന്താണ്?
മർമ്മമാണ് ഉണ്ടായിരിക്കുക. ഇനി കോശഭിത്തിയുടെ കനം എന്ന് പറഞ്ഞാൽ എന്താണ്? കോശഭിത്തിയുടെ കനം മെരിസ്റ്റമിക കോശങ്ങളിൽ കുറവാണ്, നമ്മൾ ചിത്രത്തിൽ കണ്ടു. എന്നാൽ പൂർണ്ണ വളർച്ച എത്തിയ സസ്യകോശത്തില് കോശഭിത്തിയുടെ കനം കൂടുതലായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് കോശദ്രവ്യത്തിന്റെ അളവ്. കോശദ്രവ്യത്തിന്റെ അളവ് മെരിസ്റ്റമിക സെല്ലിൽ എങ്ങനെയാണ്? കൂടുതലായിരിക്കും. ഇനി പൂർണ്ണ വളർച്ച എത്തിയ സസ്യകോശത്തിലാണെങ്കിൽ എങ്ങനെയാണ്? കോശദ്രവ്യത്തിന്റെ അളവ് കുറവാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഓർഗനൽസ് എല്ലാം കണ്ടോ, അതായത് മൈറ്റോകോൺട്രിയ, റൈബോസോം ഒക്കെ നമ്മൾ പഠിച്ചല്ലോ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം വികസിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ സെൽ ഓർഗനൽസ് എല്ലാം ഡെവലപ്പായി വന്നിട്ടുണ്ട്. അതിനുള്ളിൽ ഈ കോശദ്രവ്യത്തിന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ നോക്കിക്കേ, മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് വിവിധ ഇനം സസ്യകലകൾ രൂപപ്പെടുന്നത്. ഏതൊക്കെ? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ, സൈലം, ഫ്ലോയം എന്നിവയാണ് വിവിധ ഇനം സസ്യകലകൾ. സസ്യകലകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഏതൊക്കെയാണ്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ, സൈലം, ഫ്ലോയം എന്നിവയാണ് വിവിധ ഇനം സസ്യകലകൾ. മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് ഈ സസ്യകലകളെല്ലാം ഫോം ചെയ്യുന്നത്. നമുക്കിതിന്റെ ഓരോന്നിന്റെയും സവിശേഷതകൾ പഠിക്കാനായിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാരൻകൈമ, സസ്യകലകളിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് പാരൻകൈമയെ കുറിച്ചാണ്. ഓക്കെ. അപ്പൊ പാരൻകൈമ എന്ന് പറയുമ്പോൾ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് പാരൻകൈമ. പാരൻകൈമ ഒരു പാവമാണ്. ഓക്കെ. മൃദുവായിട്ടുള്ള സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് പാരൻകൈമ ഫോം ചെയ്തിരിക്കുന്നത്. മൃദുവായ സസ്യഭാഗങ്ങളിലൊക്കെയാണ് കാണപ്പെടുന്നത്. പിന്നെ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും ഒക്കെ സഹായിക്കുന്നത് പാരൻകൈമയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അമ്മമാരെ പോലെയാണ്, വളരെ പാവമാണ്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും അല്ലെ, അവിടെ നമുക്ക് അമ്മമാരുമായിട്ട് കണക്ട് ചെയ്യാം, ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ മൃദുവാണ് അല്ലെ, നമ്മുടെ അമ്മമാരെ മൃദുവായിട്ടുള്ള സസ്യഭാഗങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് പാരൻകൈമ ഫോം ചെയ്യുന്നത്. നമ്മുടെ അമ്മമാര് നമുക്ക് പാര ണ്ടോ? ഇല്ല. അപ്പോൾ അമ്മമാരുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പാരൻകൈമയെ ഓർക്കാം. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് പാരൻകൈമ ഫോം ചെയ്യുന്നത്. മൃദുവായിട്ടുള്ള സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. പിന്നെന്താണ്? ആഹാരവുമായി ബന്ധപ്പെട്ട് പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് കോളൻകൈമയെ കുറിച്ച് പഠിക്കാം. കോളൻകൈമ. അപ്പൊ ഷർട്ടിന്റെ ഒക്കെ കോളർ ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് ആലോചിക്കുക കേട്ടോ. ഈ കോളർ എന്ന് പറയുമ്പോൾ മറ്റുള്ള ഭാഗത്തെ അപേക്ഷിച്ച് കുറച്ച് സ്റ്റിഫ്നെസ് കൂടിയ ഭാഗമാണ് അല്ലേ. അതായത് കുറച്ച് ആ ഒരു മൂലകൾ, ഷർട്ടിന്റെ ആ ഒരു കോളറിന്റെ ഭാഗത്ത് മാത്രമല്ലേ സ്റ്റിഫ്നെസ്. അപ്പൊ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് എന്തുണ്ടാവുന്നത്? കോളൻകൈമ ഉണ്ടാവുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഷർട്ടിന് നല്ലൊരു ഒരു ഷേപ്പും അല്ലെ, ഒരു എന്താണ് സ്ട്രക്ചർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകാൻ വേണ്ടിയിട്ടാണ്. ആ ഷർട്ടിന് നമ്മൾ കോളർ വെക്കുന്ന പോലെ തന്നെ ഈ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കോളൻകൈമ സഹായിക്കുന്നത്. ക്ലിയർ ആയോ? സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുക എന്നുള്ളതാണ് കോളൻകൈമയുടെ ഡ്യൂട്ടി. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് കോളൻകൈമ ഉണ്ടാകുന്നത്. ഇനി സ്ക്ലിയറൻകൈമയെ കുറിച്ചാണ്. സ്ക്ലിയറൻകൈമ എന്ന് പറയുമ്പോൾ നമ്മളൊരു ചിരട്ട, ഒരു തേങ്ങയുടെ ചിരട്ട ആലോചിക്കാം. ഈ തേങ്ങയുടെ ചിരട്ട എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശമാണല്ലോ ആണ്. അപ്പൊ സ്ക്ലിയറൻകൈമ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് സ്ക്ലിയറൻകൈമ ഫോം ചെയ്തിരിക്കുന്നത്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും ഒക്കെ നൽകുക എന്നുള്ളതാണ് സ്ക്ലിയറൻകൈമയുടെ ഡ്യൂട്ടി. സ്ക്ലിയറൻകൈമ താങ്ങും ബലവുമാണ് നൽകുന്നത്. കോളൻകൈമയാണെങ്കിലോ വഴക്കവും താങ്ങുമാണ് നൽകുന്നത്. ഓർത്തു വെക്കുക കേട്ടോ. കോളൻകൈമ വഴക്കവും താങ്ങുമാണ് നൽകുന്നത്. സ്ക്ലിയറൻകൈമ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവുമാണ് നൽകുന്നത്. അതുപോലെ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? സ്ക്ലിയറൻകൈമ ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് ഒന്നുകൂടി നോക്കാം. സസ്യകലകൾ ഒന്നുകൂടി നോക്കിയിട്ട് അടുത്തതിലേക്ക് പോവാം. പാരൻകൈമ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങളാണ്. പാരയൊന്നും വെക്കാത്ത അമ്മയെ കുറിച്ച് ആലോചിക്കുക. അമ്മ എന്ന് പറയുമ്പോൾ ഭക്ഷണവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. എന്താണ്? പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം എന്നിവയൊക്കെ സഹായിക്കുന്നു. നമ്മുടെ അമ്മ വളരെ മൃദുവായിട്ടുള്ള ആളാണ് അല്ലേ. ഇപ്പം മൃദുവായിട്ടുള്ള സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. വളരെ സിമ്പിളാണ് അമ്മ എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങളാണ് പാരൻകൈമ എന്ന് പറയുമ്പോൾ ഈ 3 പോയിന്റ്സ് ഓർക്കണം. പിന്നെ കോളൻകൈമ എന്ന് പറയുമ്പോൾ നമ്മൾ ഷർട്ടിന്റെ കോളറാണ് ഓർക്കുന്നത് അല്ലെ. ആ ഷർട്ടിന് ഒരു വഴക്കമൊക്കെ കിട്ടാൻ
സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. അതുപോലെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങളാണ് കോളൻ കൈമയിലുള്ളത്. ഇനി സ്ക്ലിയറൻ കൈമ എന്ന് പറയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ചിരട്ട നമ്മുടെ മനസ്സിലേക്ക് വരണം. എന്താണ്? എല്ലായിടത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവുമാണ് സ്ക്ലിയറൻ കൈമ നൽകുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ ഈ കോളൻ കൈമ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കാണ്ഡത്തിലാണ് കേട്ടോ. കാണ്ഡത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് കോളൻ കൈമ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി സംവഹന കലകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സംവഹന കലകൾ അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂസ്. സംവഹന കലകൾ എന്താണ്? സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ ധർമ്മം നിർവഹിക്കുന്നതിന് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേകതരം കലകളാണ് സംവഹന കലകൾ. പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതായതിനാൽ ഇവ സങ്കീർണ കലകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ടിഷ്യൂസ് എന്നുകൂടി അറിയപ്പെടുന്നു. സസ്യങ്ങളില് വേര് ആഗിരണം ചെയ്തു വെക്കുന്ന ജലവും ലവണങ്ങളും എല്ലാം എന്ത് ചെയ്യണം? ഇലകളിലേക്ക് എത്തിക്കണം. ഇലകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് ഈ ഒരു പ്ലാന്റിന്റെ ഡിഫറെന്റ് പാർട്സിലേക്കും എത്തിക്കണം. അപ്പൊ ആ ഒരു ധർമ്മം നിർവഹിക്കാൻ അനുയോജ്യമായിട്ടുള്ള കലകൾ, അവയാണ് എന്ത് പറയുന്നത്? സംവഹന കലകൾ എന്ന് പറയുന്നത്. അപ്പൊ പലതരത്തിലുള്ള കോശങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു സംവഹന കലകൾ ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയെ എന്ത് പറയും? സങ്കീർണ കലകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ടിഷ്യൂസ് എന്നുകൂടി പറയും. അപ്പൊ സസ്യങ്ങളിൽ 2 തരം സങ്കീർണ കലകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് 2 തരം സങ്കീർണ കലകള്? സൈലവും ഫ്ലോയവും. സൈലവും ഫ്ലോയവുമാണ് സസ്യങ്ങളിലെ 2 തരം സങ്കീർണ കലകൾ. അപ്പൊ സൈലത്തെ കുറിച്ച് നോക്കാം. സൈലം എന്താണ്? നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലായി രൂപപ്പെടുന്നു. നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെടുന്നതാണ് എന്ത്? സൈലം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സൈലം എന്നൊന്ന് എഴുതി നോക്കാം. സൈലത്തിന്റെ എക്സ് എന്ന അക്ഷരം ഞാൻ ഇവിടെ ഒന്ന് എഴുതുകയാണേ. അപ്പൊ ഇതെന്താണ്? നമുക്ക് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇതൊരു കുഴല് പോലെയാണ് അല്ലെ? ഒരു കുഴല് പോലെയാണ്. അപ്പൊ നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നു. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവുമാണ് നൽകുന്നത്. അപ്പൊ നമ്മളെ ഈ ഒരു വാഴയൊക്കെ വാഴയിൽ കൊലയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു താങ്ങൊക്കെ കൊടുക്കൂലേ ഇല്ലേ? ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു വുഡൻ പീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? താങ്ങ് കൊടുക്കും അല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്താണ്? സൈലം. എക്സ് ഇട്ടിട്ട് നമ്മൾ സൈലം വരച്ചു. അപ്പൊ ഈ ഒരു സൈലം എന്ന് പറയുന്നത് എന്താണ്? ദൃഢമായിട്ടുള്ള കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. താങ്ങും ബലവും നൽകുന്നു. ഓക്കെ, അപ്പോ നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴല് പോലെ ഫോം ചെയ്തിട്ടുള്ളതാണ് സൈലം എന്ന് പറയുന്നത്. വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സൈലമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദൃഢമായിട്ടുള്ള കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. ഓക്കെ, താങ്ങും ബലവും നൽകുന്നത് സൈലമാണ്. ഇനി ഫ്ലോയത്തെ കുറിച്ച് നോക്കാം. ഫ്ലോയത്തെ കുറിച്ച് പറയുമ്പോൾ കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നതാണ് ഫ്ലോയം. ഓക്കെ, ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഫ്ലോ ചെയ്യുന്നത് ഫ്ലോയത്തിലൂടെയാണ്. ഓക്കെ, ആലോചിക്കുക. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഫ്ലോ ചെയ്യുന്നത് ഫ്ലോയത്തിലൂടെയാണ്. ഫ്ലോയത്തിന്റെ സ്പെല്ലിംഗ് കണ്ടോ? PHLOEM എന്നുള്ളതാണ്. ഇനി സൈലവും ഫ്ലോയത്തിന്റെയും ഇമേജസ് തന്നിരിക്കുന്നുണ്ടല്ലോ, കണ്ടോ? എന്താണ് ഫ്ലോയം എന്ന് പറയുമ്പോൾ ഇവിടെ കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങളാണ്. ഇതിൽ ഓരോ കോശങ്ങളും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ? ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള കോശങ്ങളാണ് നമുക്കിവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ സൈലം എന്ന് പറയുമ്പോൾ സൈലത്തെ കുറിച്ച് എന്താ നമ്മൾ പഠിച്ചത്? നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുകയാണ്. വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നു. അതുപോലെ ദൃഢമായിട്ടുള്ള കോശഭിത്തിയുള്ള കോശങ്ങളായതുകൊണ്ട് തന്നെ സസ്യങ്ങൾക്ക് താങ്ങും ബലവും ഒക്കെ നൽകുന്നു. ഫ്ലോയം ആണെങ്കിലോ ഇലകളിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡ് ഫ്ലോ ചെയ്ത് നമ്മുടെ പ്ലാന്റിന്റെ ഡിഫറെന്റ് ഭാഗത്തേക്ക് എത്തിക്കുന്നത് ആരാണ്? ഫ്ലോയമാണ്. ഫ്ലോയം എന്ന് പറയുമ്പോൾ കുഴല് പോലെ തന്നെയാണ്, പക്ഷെ അവ പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. പരസ്പര ബന്ധിത കോശങ്ങളാണ് എന്ത്? ഫ്ലോയം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, ഇതിന്റെ ആൻസർ പറയണം. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ആരാണ് എത്തിക്കുന്നത്? ആഹാരം എത്തിക്കുന്നത്, ഫ്ലോ ചെയ്ത് എത്തിക്കുന്ന ആഹാരം, ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഫ്ലോ ചെയ്യുന്നത് ഫ്ലോയത്തിലൂടെയാണ്. അങ്ങനെ ആലോചിക്കാം കേട്ടോ, ഫ്ലോയം. ഇനി അടുത്തത്,
വേരാകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് ആരാണ്? അത് സൈലമാണ് അല്ലെ, സൈലമാണ്. സസ്യത്തിന്റെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. നമ്മൾ പറഞ്ഞു മൃദു എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് ഓർക്കേണ്ടത്? നമ്മുടെ അമ്മയെ ഓർക്കണം. അമ്മ പാര വയ്ക്കുവോ? ഇല്ല. അപ്പൊ പാരൻ കൈമ, പാരൻ കൈമ. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടിയുള്ളത് എന്താണ്? കോളറാണ് അല്ലെ, കോളർ, കോളൻ കൈമ, കോളൻ കൈമ. ഇനി എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ള ഭിത്തിയോട് കൂടിയ കോശങ്ങൾ കാണുന്നത് നമ്മൾ ഏതിലാ പറഞ്ഞത്? സ്ക്ലിയറൻ കൈമ അല്ലെ, സ്ക്ലിയറൻ കൈമ. ഓക്കെ, സ്ക്ലിയറൻ കൈമയിലുമാണ്. ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗം? ഇനി നമുക്കിവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. സംവഹന കലകൾ ഏതൊക്കെയാണ്? നമ്മൾ സംവഹന കലകൾ പഠിച്ചത് സൈലവും പഠിച്ചു, ഫ്ലോയവും പഠിച്ചു അല്ലെ. ഇനി മറ്റ് സസ്യകലകൾ എന്ന് പറയുമ്പോൾ പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലിയറൻ കൈമ ആണല്ലോ. ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗം? ഇനി ദേ ഇവിടെ നമുക്കൊരു ദഹന വ്യവസ്ഥയുടെ ഇമേജ് തന്നിട്ടുണ്ട്. ദഹന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ. അപ്പൊ ഇവിടെ നോക്കിയോ, കലകള് നാഡീകല, ആവരണകല, യോജക കല, പേശീകല. ഓക്കെ, ഇനി ഇതൊക്കെ ഈ കലകൾ കൂടിയിട്ട് എന്താണ് സംഭവിക്കുന്നത്? കലകൾ ചേർന്നാൽ എന്താണ് ഉണ്ടാവുക എന്നാണ് കുട്ടി ചോദിക്കുന്നുണ്ടോ? കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ കലകൾ ചേർന്നാൽ എന്തു സംഭവിക്കും എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. കോശങ്ങൾ കൂട്ടമായി പ്രവർത്തിക്കുന്നത് പോലെ കലകളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. ദേ ഇപ്പൊ നമ്മളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഭാഗത്തുണ്ട്. ദാ ഇവിടെ നോക്കുക. കോശങ്ങൾ ചേർന്ന് കലകളും, കലകൾ ചേർന്ന് അവയവങ്ങളും, അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥകളും രൂപപ്പെടുന്നു. എന്താണ്? കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, കലകൾ ചേർന്ന് അവയവങ്ങൾ ഉണ്ടാകുന്നു, അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥയും ഉണ്ടാകുന്നു. മനസ്സിലായോ? ഇനി നമുക്ക് മുകളിൽ തന്ന ഇമേജിലേക്ക് ഒന്നുകൂടി പോവാം. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ആദ്യം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള കലകൾ തന്നിട്ടുണ്ട്. നാഡീകല, ആവരണകല, രക്തകല, പേശീകല എന്നീ കലകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ കലകൾ ചേർന്ന് ഇവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നത്? കലകൾ ചേർന്ന് അവയവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആമാശയം, കുടല് ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഈ ആമാശയവും കുടലും എല്ലാം ഉൾപ്പെട്ട ദഹന വ്യവസ്ഥയും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായോ? കോശങ്ങൾ ചേർന്ന് കലകളും, കലകൾ ചേർന്ന് അവയവങ്ങളും, അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥയും രൂപപ്പെടുന്നു. ഇനി അടുത്തൊരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? കോശങ്ങളാണ് ജീവന്റെ അടിസ്ഥാന ഘടകം. കോശങ്ങളാണ് ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. എല്ലാ പദാർത്ഥങ്ങളും അടിസ്ഥാനപരമായി ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും അടിസ്ഥാനപരമായി ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. ഇവിടെ നോക്കിക്കോ, ആറ്റം, ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്ര ഉണ്ടാവുന്നു, കോശാംഗങ്ങൾ ഉണ്ടാകുന്നു, കോശാംഗങ്ങൾ കൂടിച്ചേർന്ന് കോശം, കല, കോശങ്ങൾ കൂടിച്ചേർന്ന് കല, കലകൾ കൂടിച്ചേർന്ന് അവയവം, അവയവ വ്യവസ്ഥ, ജീവി, കാണുന്നുണ്ടല്ലോ, ജീവി, ജീവിഗണം, പിന്നെന്താണ്? ജീവി സമുദായം, ജീവിഗണം, ജീവി സമുദായം. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും അടിസ്ഥാനപരമായി ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. തുടർച്ചയായിട്ടുള്ള വിഭജനത്തിന്റെയും വൈവിധ്യവൽക്കരണത്തിന്റെയും ഫലമായിട്ടാണ് കോശങ്ങളിൽ നിന്നും സങ്കീർണ ഘടനയുള്ള ജീവശരീരം രൂപപ്പെടുന്നത്. ഉയർന്ന ഘടനാതലത്തിലുള്ള ജീവികളിൽ വൈവിധ്യമാർന്ന കലകൾ അനുപൂരകമായി ചേർന്ന് സങ്കീർണമായ നിരവധി ജീവൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. കലകളുടെ വൈവിധ്യമേറും തോറും ജീവികളുടെ പ്രവർത്തനക്ഷമതയും വർദ്ധിക്കുന്നു. ഒത്തൊരുമയുടെ നേട്ടം ബോധ്യമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭാഗത്തൊന്നുമില്ല, നമുക്ക് വേണ്ടുന്ന പോയിന്റ്സ് ഒന്നും ഈ ഭാഗത്തില്ല. ഓക്കെ, അപ്പൊ ആറ്റങ്ങൾ ചേർന്ന് തന്മാത്ര ഉണ്ടാവുന്നു, തന്മാത്രകൾ ചേർന്ന് കോശാംഗങ്ങളും, കോശാംഗങ്ങൾ ചേർന്ന് കോശവും ഉണ്ടാകുന്നു അല്ലെ. കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, കലകൾ ചേർന്ന് അവയവം രൂപപ്പെടുന്നു, അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥയും, ഒരുപാട് അവയവ വ്യവസ്ഥകൾ ചേർന്നാണ് ഒരു ജീവി എന്ന് പറയുന്നത്. അങ്ങനെ ജീവി ഗണവും ജീവി സമുദായവും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ജീവികളിലും എന്തുണ്ട്? അവയവ വ്യവസ്ഥകളുണ്ട് അല്ലെ. ഒരു കോശം മാത്രമുള്ള ജീവികളും എന്തുണ്ട്? നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. കോശങ്ങളാണ് ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പുതിയ SCERTയിലെ സ്റ്റാൻഡേർഡ് 8 തന്നെ ചാപ്റ്റർ 9 കോശങ്ങളും കോശജാലങ്ങളും ആ ഒരു ചാപ്റ്ററിലേക്ക് വരാം. സ്റ്റാൻഡേർഡ് 8 ചാപ്റ്റർ 9 കോശങ്ങളും കോശജാലങ്ങളും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുള്ള കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം എന്ന് പറയുന്ന ചാപ്റ്ററും ഇപ്പൊ നമ്മൾ കവർ ചെയ്ത കോശങ്ങളും കോശജാലങ്ങളും ഈ 2 ചാപ്റ്ററിലും വരുന്ന കണ്ടന്റ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് വരുന്നത്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല റിവിഷൻ ആയിരിക്കും. പിന്നെ ന്യൂ SCERT കണ്ട ഈ ചാപ്റ്റർ ഉള്ളത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതുകൂടി നോക്കി പോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ കൂടി നമ്മൾ എടുത്തു പോകുന്നത്. നോക്കാം എന്താ പഠിക്കണമെന്ന്. 17-ാം നൂറ്റാണ്ടിലെ ഒരു സംഭവമാണ് തന്നിരിക്കുന്നത്. റോബർട്ട് ഹുക്ക്. ആരാണ് റോബർട്ട് ഹുക്ക്? നമുക്ക് അറിയാവുന്ന വ്യക്തിയാണ് അല്ലെ. റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ തന്റെ മൈക്രോസ്കോപ്പിലൂടെ ഒരു നേർത്ത കോർക്ക് കഷ്ണത്തെ നിരീക്ഷിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് എന്ത് തോന്നി? അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികൾ പോലെയുള്ള ചെറുഭാഗങ്ങളാണ് അദ്ദേഹം കണ്ടത്. ഒന്നിനു മേലൊന്നായിട്ട് ഒരുപാട് ഇങ്ങനെ അറകൾ പോലെ കണ്ടു അല്ലെ. അദ്ദേഹം അതിനെ എന്ത് വിളിച്ചു? സെല്ലുകൾ എന്ന് വിളിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വാക്കാണ് എന്നുള്ളത് അല്ലെ. കോശങ്ങൾ അല്ലെങ്കിൽ സെല്ലുകൾ എന്ന് വിളിച്ചു. അപ്പൊ റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 1635 മുതൽ 1703 വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. തുടർന്നുള്ള വർഷങ്ങളിൽ ആന്റൺ വാൻ ലീവൻ ഹോക്ക് കുളത്തിൽ നിന്നെടുത്ത ജലത്തെ കുറെ കൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ നിരീക്ഷിക്കുകയും അതിലെ സൂക്ഷ്മ ജീവികളെ കണ്ടെത്തുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ജീവനുള്ള കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ച വ്യക്തിയാണ് ലിവൻ ഹോക്ക്. അതുപോലെ വെറുതെ ഒരു ചോദ്യം ഇങ്ങനെയാണ്, കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്ക്. ജീവനുള്ള കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ലിവൻ ഹോക്കിന്റെ പേര് എഴുതേണ്ടത്. ഓക്കെ, കോശങ്ങളെ കുറിച്ചുള്ള പഠനശാഖയാണ് കോശ വിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജി എന്ന് പറയുന്നത്. സെൽ ബയോളജി അല്ലെങ്കിൽ കോശ വിജ്ഞാനീയം എന്ന് പറയുന്നത് കോശങ്ങളെ കുറിച്ചുള്ള പഠന ശാഖയാണ്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കോശവിജ്ഞാനത്തിന്റെ നാൾ വഴികൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു അല്ലെ. കോശവിജ്ഞാനത്തിന്റെ ചരിത്രത്തിലെ നാഴിക കല്ലുകൾ എന്നായിരുന്നു ആ ഒരു ചാപ്റ്ററിൽ ഹെഡ് കൊടുത്തിരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ അല്ലെങ്കിൽ MJ ഷ്ലീഡൻ എന്ത് ചെയ്തു? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തി. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് 1838 കണ്ടെത്തിയ വ്യക്തിയാണ് MJ ഷ്ലീഡൻ അല്ലെങ്കിൽ മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ. ഇനി തൊട്ടടുത്ത വർഷം 1839 തിയോഡാർ ഷ്വാൻ എന്താണ് കണ്ടെത്തിയത്? എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. പിന്നീടാണ് റുഡോൾഫ് വിർഷുവയെ കുറിച്ച് പറയുന്നത്. റുഡോൾഫ് വിർഷുവയുടെ നമ്മുടെ ഓൾഡ് SCERT ലെസണിൽ ഈ ഒരു വർഷം ഇവിടെ 1858 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. NCERTയിലും 1855 എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ന്യൂ SCERTയിലെ വർഷമാണ് നിങ്ങൾ ഇനിയും പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, റുഡോൾഫ് വിർഷോ എന്താണ് നിരീക്ഷിച്ചത്? നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയം അവതരിപ്പിച്ച വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനത്തിലേക്ക് എത്തിയത് റുഡോൾഫ് വിർഷോ ആണ്. സെൽ ഡിവിഷനെ കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ 1855. പിന്നെ നമ്മൾ റോബർട്ട് ബ്രൗണിനെ കുറിച്ച് കൂടി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലെ. ന്യൂക്ലിയസ് കണ്ടെത്തി 1838 കോശ കേന്ദ്രം കണ്ടെത്തിയ വ്യക്തിയാണ് റോബർട്ട് ബ്രൗൺ. പിന്നെ MJ ഷ്ലീഡൻ 1838 എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. തിയോഡാർ ഷ്വാൻ 1839 എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1855 സെൽ ഡിവിഷനെ കുറിച്ച് റുഡോൾഫ് വിർഷോ ഒരു നിഗമനത്തിലേക്ക് എത്തി. എന്താണ്? നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ഒരു ആശയത്തിലേക്ക് അദ്ദേഹം വന്നു. ഇനി കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറിയെ കുറിച്ച് നോക്കാം. എന്താണ് സെൽ തിയറിയെ കുറിച്ച് പറയുന്നത്? അപ്പൊ ഇവിടെ ഈ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ നിരീക്ഷണങ്ങളൊക്കെ നടന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സെൽ തിയറിയിലേക്ക് വരുന്നത്. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം. മുൻപ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെട്ടത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? എല്ലാ കോശങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ജീവശരീരവും എന്താണ്? കോശ നിർമ്മിതമാണ് എന്ന് പറഞ്ഞു. പിന്നെ ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ത്? കോശം എന്ന് പറയുന്നത്. മുൻപ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെട്ടിരുന്നത് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു കോശ സിദ്ധാന്തം MJ ഷ്ലീഡനും തിയോഡാർ ഷ്വാനും ചേർന്നാണ് കോശ സിദ്ധാന്തം കൊണ്ടുവന്നതെന്ന്.
പിന്നീട് അത് റുഡോൾഫ് വിർഷോ ഈ കോശ സിദ്ധാന്തം പരിഷ്കരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ പരിഷ്കരിച്ചിട്ടുള്ള ഈ ഒരു കോശ സിദ്ധാന്തമാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആയല്ലോ? എല്ലാ ജീവജാലങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. പിന്നെ എല്ലാ കോശങ്ങളും മുൻപ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ഇവിടെ കണ്ണിന്റെ റെസൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. കണ്ണിന്റെ റെസൊല്യൂഷൻ, അതായത് മൈക്രോസ്കോപ്പിനെ കുറിച്ച് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ആ ഭാഗത്ത് കണ്ണിന്റെ റെസൊല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. മതിയായ പ്രകാശത്തിൽ മനുഷ്യ നേത്രത്തിന് 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള രണ്ട് ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും. ഈ ദൂരമാണ് കണ്ണിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 0.2 മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള ബിന്ദുക്കളെ വേർതിരിച്ച് കാണാൻ എന്ത് വേണം? ലെൻസ് ആവശ്യമാണ്. അപ്പൊ കണ്ണിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 0.2 മില്ലിമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. മതിയായ പ്രകാശത്തിൽ മനുഷ്യ നേത്രത്തിന് 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള രണ്ട് ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാനായിട്ട് കഴിയും. ഈ ഒരു ദൂരത്തിനെയാണ് കണ്ണിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ 0.2 മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള ബിന്ദുക്കളെ വേർതിരിച്ച് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലെൻസ് വേണം. അപ്പോൾ എന്താണ് ലെൻസ് എന്ന് പറയുന്നത്? മൈക്രോസ്കോപ്പിലൊക്കെ നമുക്ക് വസ്തുക്കളെ കുറിച്ച് വലുതായിട്ട് കാണാൻ വേണ്ടി സഹായിക്കുന്നതാണ് എന്ത്? ലെൻസ്. മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ വലുതായി കാണാൻ സഹായിക്കുന്നതിന് എന്താണ്? അതിനുള്ളിലുള്ള ലെൻസ് ആണ്. അപ്പൊ ഒറ്റ ലെൻസ് മാത്രം ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളുണ്ട്. പണ്ടൊക്കെ ഒറ്റ ലെൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള മൈക്രോസ്കോപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്തത്. അതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഒറ്റ ലെൻസ് മാത്രം ഉപയോഗിക്കുന്ന സിമ്പിൾ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ 10 മടങ്ങ് വരെ വലിപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകളിൽ വസ്തുക്കളെ 1000 മടങ്ങ് വരെ വലിപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു മൈക്രോസ്കോപ്പിന്റെ പാർട്സ് എന്തൊക്കെയാണ്? ആ രീതിയിലുള്ള ചോദ്യങ്ങൾ, ആ ഒരു രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എന്താന്ന് നോക്കാം. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതായിരുന്നു അല്ലേ. ആവർത്തന ശേഷി വസ്തുക്കളെ വലുതായി കാണിക്കാനുള്ള ലെൻസിന്റെ കഴിവിനെയാണ് അതിന്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. ഫിസിക്സിൽ നമ്മൾ പഠിച്ചല്ലോ മാഗ്നിഫിക്കേഷൻ അങ്ങനെയാണ്. വസ്തുക്കളെ വലുതായി കാണിക്കാനുള്ള ലെൻസിന്റെ കഴിവാണ് അതിന്റെ ആവർത്തന ശേഷി. നിരീക്ഷണ വസ്തുവിനെ ഐപീസ് ലെൻസ് 10x അല്ലെങ്കിൽ 10 ഇരട്ടി വലുതാക്കുകയും ഒബ്ജക്റ്റീവ് ലെൻസ് 40 ഇരട്ടി വലുതാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ രണ്ട് ലെൻസുകളുടെയും കൂടി എന്താണ്? ഗുണിത ഫലമാണ്. ഒബ്ജക്റ്റീവിലും ഐപീസിലും നമ്മൾ സംഖ്യകൾ കാണിക്കുമെന്നും ആ സംഖ്യകളുടെ ഗുണന ഫലമാണ് മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഐപീസിൽ 10x എന്നും അതുപോലെ ഒബ്ജക്റ്റീവിൽ 40x എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഈ മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് എന്താണ്? 10 × 40 400x ആയിരിക്കും അതിന്റെ ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന ഒരു വസ്തുവിനെ ഐപീസ് 10 ഇരട്ടി വലുതാക്കും. അതുപോലെ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യും? 40 ഇരട്ടി വലുതാക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രത്യേക മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത് 400x ആയിരിക്കും. അതായത് ഒബ്ജക്റ്റീവിലും ഐപീസിലുമുള്ള സംഖ്യകളുടെ ഗുണന ഫലമാണ് എന്ത്? ഒരു മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ മൈക്രോസ്കോപ്പിലെയും ഐപീസിന്റെയും ഒബ്ജക്റ്റീവ് ലെൻസിന്റെയും എന്താണ്? മാഗ്നിഫിക്കേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതിനനുസരിച്ചായിരിക്കും ഇത് നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ നമ്മൾ പറയുന്നത്. മൈക്രോസ്കോപ്പുകളെ കുറിച്ചൊക്കെയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇനി ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്രാ ഘടനകൾ എന്നിവയുടെ വിശദമായിട്ടുള്ള നിരീക്ഷണത്തിനൊക്കെയാണ് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലി അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിലൊക്കെ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയെ കുറിച്ചൊക്കെയാണ് പിന്നീട് പറയുന്നത്. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്, കണ്ടല്ലോ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇനി ജർമ്മൻകാരായിട്ടുള്ള ഏണസ്റ്റ് റസ്ക, മാക്സ് നോൾ എന്നീ ശാസ്ത്രജ്ഞരാണ് 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ആരൊക്കെയാണ്? ഏണസ്റ്റ് റസ്ക അതുപോലെ മാക്സ് നോൾ എന്നിവർ ചേർന്ന് 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്ന് വിഭിന്നമായിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാനായിട്ട് ഇലക്ട്രോ മാഗ്നറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ പൂമ്പൊടിയെ കാണുന്നത് എങ്ങനെയാണ്, COVID-19 വൈറസ് കാണുന്നത് എങ്ങനെയാണ്, ചുവന്ന രക്താണു കാണുന്നത് എങ്ങനെയാണ് എന്ന ഇമേജസ് ഒക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്.
ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ജർമ്മൻകാരായിട്ടുള്ള ഏണസ്റ്റ് റസ്കയും മാക്സ് നോളും ചേർന്ന് 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ ബീംസ് ആണ് കടത്തിവിടുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ വരുന്നത് കമ്പാരിസൺ ആയിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇനി നോക്കിക്കോളൂ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയും ഒരു സാധാരണ മൈക്രോസ്കോപ്പിലൂടെയും കാണുമ്പോൾ എത്രത്തോളം ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് കാണാമെന്നുള്ളതാണ്. ആറ്റം, DNA, പ്രോട്ടീൻ, വൈറസ്, ബാക്ടീരിയം, മൈറ്റോകോൺട്രിയ, ചുവന്ന രക്താണു, ഈസ്റ്റ്, സസ്യകോശങ്ങളെ, ജന്തുകോശങ്ങളെയും ഒക്കെ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിക്കാം. പക്ഷെ സാധാരണ മൈക്രോസ്കോപ്പിലാണെങ്കിലോ കണ്ടോ 100 നാനോമീറ്റർ എബവ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ 0.1 നാനോമീറ്റർ മുതൽ ഇങ്ങോട്ടുള്ള വസ്തുക്കളെ നമുക്ക് വീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി കോശങ്ങളെ നിരീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഹെഡാണ് തന്നിരിക്കുന്നത്. അവിടെ കുട്ടികൾക്ക് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനൊക്കെയാണ്. ഈ ഭാഗത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെയിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ? സ്റ്റെയിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ആ സ്റ്റെയിൻ്റെ പേരെന്തായിരുന്നു? സെഫ്രാനിൻ എന്നായിരുന്നു അല്ലേ? സെഫ്രാനിൻ. അതൊന്ന് ഓർത്ത് വെച്ചേക്കാട്ടോ. സെല്ല് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സെഫ്രാനിൻ എന്ന് പറയുന്ന ഒരു സ്റ്റെയിനാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് വേണ്ട കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് ബയോളജി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെല്ലിലെ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. കോശഭിത്തി കണ്ടോ, ഇവിടെ സെല്ല് തന്നിട്ടുണ്ട്. അതിന്റെ പാർട്സ് കുട്ടികളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, നല്ലൊരു ഇമേജ് തന്നിരിക്കുന്നു അല്ലെ? നോക്കാം. കോശഭിത്തി കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി. ഇത് കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു. സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കോശഭിത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ഒരു പാളിയാണ് കോശഭിത്തി. ഇത് കോശത്തിന് എന്ത് ചെയ്യുന്നു? സംരക്ഷണവും ആകൃതിയും ഒക്കെ നൽകുന്നുണ്ട്. അപ്പൊ സസ്യത്തിലെ കോശഭിത്തി എന്ന് പറയുന്നത് മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. കുറച്ച് കട്ടിയുള്ള ഭാഗമാണ് എന്ത്? കോശഭിത്തി എന്ന് പറയുന്നത് സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോശത്തിന് സംരക്ഷണവും ആകൃതിയും ഒക്കെ നൽകുക എന്നുള്ളതാണ് കോശഭിത്തിയുടെ ധർമ്മം. ഇനി കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായിട്ടുള്ള പാളിയാണ് കോശസ്തരം. പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതും ഈ സ്തരത്തിലൂടെയാണ്. എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മ സ്തരം കടത്തിവിടുന്നില്ല. ഈ കോശത്തിനകത്തേക്ക് കടത്തിവിടുന്നില്ല. അതുകൊണ്ട് പ്ലാസ്മ സ്തരത്തെ വർണ്ണതാര്യ സ്തരം അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് വർണ്ണതാര്യ സ്തരത്തെ കുറിച്ച് അല്ലെ? ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങളെ മാത്രമാണ് ഉള്ളിലോട്ട് കടത്തിവിടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ വർണ്ണതാര്യ സ്തരങ്ങൾ അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ ജീവദ്രവ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ജീവദ്രവ്യം എന്തായിരുന്നു? മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ്. ഈ കോശത്തിനകത്ത് എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം ചേർന്നതാണ് എന്ത്? ജീവദ്രവ്യം എന്ന് പറയുന്നത്. ജീവദ്രവ്യം അതായത് മർമ്മവും കോശദ്രവ്യവും എല്ലാം ചേർന്നാണ് എന്ത്? ഈ ഒരു ജീവദ്രവ്യം. ഇനി ഈ ഒരു ജീവദ്രവ്യത്തിനകത്തുനിന്ന് നമ്മളിത് ഈ ഒരു മർമ്മത്തെ മാത്രം അങ്ങ് എടുത്ത് മാറ്റുകയാണെങ്കിൽ എന്തായി? കോശദ്രവ്യമായി. ഓക്കെ, മർമ്മമില്ലാതെ ഈ ഒരു ജീവദ്രവ്യത്തിൽ എന്തൊക്കെയുണ്ട്? ഇതിൽ മർമ്മം അങ്ങ് എടുത്ത് മാറ്റിയാൽ അവിടെ കോശദ്രവ്യമായി. കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകമാണ് കോശദ്രവ്യം. ഇത് എല്ലാ കോശാംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായി വർത്തിക്കുകയും ചെയ്യുന്നു. അംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് ഈ കോശദ്രവ്യത്തിനുള്ളിൽ കാണപ്പെടുന്നതും കോശത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗമാണ് കോശാംഗങ്ങൾ. ഇനി പ്രധാനപ്പെട്ട കോശാംഗങ്ങളാണ് ഏതൊക്കെ? ന്യൂക്ലിയസ് ഒരു പ്രധാനപ്പെട്ട കോശാംഗമാണ് അല്ലെ? കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം എന്ന് പറയുന്നത്. മർമ്മത്തിനുള്ളിൽ എന്തുണ്ട്? മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. ഓർക്കുന്നുണ്ടല്ലോ? ഇനി കോശ വിഭജന സമയത്ത് ഇവ ക്രോമസോമുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ മർമ്മത്തിനുള്ളിൽ മർമ്മകം എന്ന ഭാഗവും ഉണ്ട്. ഇനി ഗോൾജി ബോഡീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഗോൾജി
വസ്തുക്കൾ, ഗോൾജി അപ്പാരറ്റസ്. ഓക്കെ, എന്താണ് ഗോൾജി അപ്പാരറ്റസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്ഥലങ്ങൾ പോലെ, അല്ലെ, പ്ലേറ്റുകൾ അടുക്കി വെച്ച പോലെയാണ് കാണപ്പെടുന്നത്. ഒരു കോശത്തിൽ അടുക്കി വെച്ച പാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണിവ. പ്രോട്ടീനുകളും ലിപ്പിഡുകളും സഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിന് പുറത്തേക്കും അയക്കുന്നത് ഈ കോശാംഗങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു അതല്ലേ? പ്രോട്ടീനുകളും ലിപ്പിഡുകളും സഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ കോശത്തിന് പുറത്തേക്കും അയക്കുന്നത് കോശാംഗങ്ങൾ. ഈ ഒരു കോശാംഗമാണ് ഗോൾജി വസ്തുക്കൾ അല്ലെ ഗോൾജി കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന ഈ ഭാഗം. ഇനി അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. കോശത്തിനുള്ളില് കുഴലുകളുടെ ശൃംഖലയായി കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതയാണിത്. അതുപോലെ കോശത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്നതും നീക്കം ചെയ്യുന്നതിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. കോശത്തിനുള്ളിലെ സഞ്ചാര പാത എന്ന് അറിയപ്പെടുന്നു. കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം നടക്കുന്നതൊക്കെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗമാണ് മൈറ്റോകോൺട്രിയ. മറ്റൊരു സെൽ ഓർഗനിലാണ്. എന്താണ്? കോശത്തിലെ ഊർജ ഉൽപാദന കേന്ദ്രമാണ് മൈറ്റോകോൺട്രിയ. കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയാണ്. ഗ്ലൂക്കോസിന്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജത്തെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്യുന്നത് മൈറ്റോകോൺട്രിയാണ്. ഊർജ ആവശ്യം കൂടുതലുള്ള കരള്, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ജൈവ കണങ്ങളെ കുറിച്ചാണ്. ജൈവ കണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാസ്റ്റിഡ്സ്. ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് ജൈവ കണങ്ങൾ. വിവിധ തരം ജൈവ കണങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു, 3 പറഞ്ഞു. ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം, അല്ലെ? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഭാഗമാണിത്. അപ്പോൾ ഹരിതകണം എന്ന് പറയുമ്പോൾ ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവ കണമാണിത്. ഇവയിൽ ഹരിതകം എന്ന വർണ്ണവസ്തു അടങ്ങിയിട്ടുണ്ട്. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുകയും ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി വർണ്ണകണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? വർണ്ണകണം പഴങ്ങളിലും പൂക്കളിലും ഒക്കെ കാണപ്പെടുന്ന വർണ്ണാഭമായിട്ടുള്ള ജൈവ കണങ്ങളാണിത്. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. അപ്പൊ ചുവപ്പ്, പർപ്പിൾ നിറത്തിൽ കാണപ്പെടുന്ന ഏതാണ്? ആന്തോസയാനിൻ ആണ്. മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണെങ്കിൽ കരോട്ടിനും, സാന്തോഫിൽ ആണെങ്കിൽ മഞ്ഞ നിറവുമാണ്. അത് നമ്മൾ പഠിച്ചതല്ലേ? ഇനി ശ്വേതകണം എന്ന് പറയുമ്പോൾ വിത്ത്, വേര്, തണ്ട് എന്നിവയിൽ കാണപ്പെടുന്ന വെളുത്തതോ നിറമില്ലാത്തതോ ആയിട്ടുള്ള ജൈവ കണമാണ് ശ്വേതകണം. ഓക്കെ, അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവയൊക്കെ സംഭരിക്കുന്നത് ശ്വേതകണങ്ങളിലാണ്. പ്രത്യേക നിറമില്ലാത്ത ജൈവ കണങ്ങളാണ് ശ്വേതകണം എന്ന് പറയുന്നത്. ഓക്കെ, ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലൊക്കെ നമുക്ക് ഈ ശ്വേതകണങ്ങൾ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഫേനം എന്ന് പറയുമ്പോൾ എന്താണ്? ജലം, പോഷകങ്ങൾ എന്നിവയൊക്കെ, അല്ലെങ്കിൽ ജലം, പോഷകം, മാലിന്യം എന്നിവയൊക്കെ സംഭരിക്കുന്നത് എവിടെയാണ്? ഫേനത്തിലാണ്. പിന്നെന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചൊരു പോയിന്റ്, ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെ? ഫേനം ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സസ്യകോശങ്ങളിൽ പൊതുവെ വലിയ ഫേനമാണ് കാണുന്നത്. ജന്തുകോശങ്ങളിലാണെങ്കിൽ ചെറിയ ഫേനവുമാണ് കാണുന്നത്. ഇനി റൈബോസോമിനെ കുറിച്ചാണ്. റൈബോസോം എന്നാൽ എന്താണ്? കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ അന്തർദ്രവ്യജാലിക എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ ആണ് കാണപ്പെടുന്നത്. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് റൈബോസോമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സസ്യകലകളെ കുറിച്ചാണ്. സസ്യകലകൾ എന്ന് പറയുമ്പോൾ അതില് എന്താണ്? ടിഷ്യൂസ് എന്താണെന്ന് ആദ്യം പറയുന്നുണ്ട്. സമാനമായിട്ടുള്ള കോശങ്ങളുടെ സമൂഹത്തെയാണ് എന്ത് പറയുന്നത്? കോശജാലം അല്ലെങ്കിൽ കലകൾ എന്ന് പറയുന്നത്. സമാനമായിട്ടുള്ള കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. അതുപോലെ ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതായിട്ടുള്ള സമാന കോശങ്ങളുടെ കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? കലകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, അല്ലെ? ഇനി ഇവിടെ പാരൻ കൈമ തന്നിട്ടുണ്ട്. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലിയറൻ കൈമ. ഒന്നുകൂടി നമുക്ക് നോക്കി പോകാം. സസ്യ കലകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം എന്തിനെ കുറിച്ചാണ്? പാരൻ കൈമ.
അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർക്കുക. പാരൻ കൈമ എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയുമായി കണക്റ്റഡ് ആയിട്ടാണ് പഠിച്ചത് അല്ലെ. പാരൻ കൈമ എങ്ങനെയാണ്? അമ്മ നമുക്ക് പാര വെക്കില്ല, അപ്പൊ മൃദുവായിട്ടുള്ള സ്വഭാവക്കാരിയാണ് നമ്മുടെ അമ്മ. അപ്പൊ ഏറ്റവും ലഘു ഘടനയാണ്, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഏറ്റവും ലഘു ഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് പാരൻ കൈമ ഫോം ചെയ്തത്. മൃദുവായ സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. പിന്നെയോ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഇവിടെ അഡീഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുക പോയിന്റ് എന്താണ്? ജീവനുള്ള കോശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ജീവനുള്ള കോശങ്ങൾ അടങ്ങിയത് പാരൻ കൈമയിലാണ്. കനം കുറഞ്ഞ കോശഭിത്തിയാണ്. കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു. കോശാന്തര സ്ഥലങ്ങളിൽ കാണപ്പെടുന്നു. പിന്നെന്താണ്? പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം തുടങ്ങിയ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നു. ചില ഭാഗങ്ങളിലെ കോശങ്ങൾക്ക് വിഭജിക്കാനുള്ള കഴിവുണ്ട്. അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള പോയിന്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പാരൻ കൈമ. ഇനി കോളൻ കൈമ എന്ന് പറയുമ്പോഴോ ജീവനുള്ള കോശങ്ങൾ അടങ്ങിയ കലയാണ്. അതുപോലെ തന്നെയാണ് പാരൻ കൈമയും ജീവനുള്ള കോശങ്ങൾ അടങ്ങിയതാണ്. സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള കോശഭിത്തിയാണ് കോളൻ കൈമയ്ക്കുള്ളത്. സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള കോശഭിത്തിയാണ്. കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം കട്ടി കൂടുതലാണ്. നമ്മൾ പഠിച്ചു അല്ലെ, കോളറുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചു. അതുപോലെ സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് കോളൻ കൈമയാണ്. പാരൻ കൈമയാണെങ്കിലോ എല്ലായിടത്തും ഒരുപോലെ കട്ടി കൂടിയതാണ്. അപ്പൊ കട്ടി കൂടിയ കോശഭിത്തിയാണ്, അത് നിർജീവമാണ്. പാരൻ കൈമയും കോളൻ കൈമയും എന്താണ്? നമ്മൾ പറഞ്ഞു ജീവനുള്ള കോശങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നതെന്ന്. പാരൻ കൈമയിലും കോളൻ കൈമയിലും ജീവനുള്ള കോശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ സ്ക്ലിയറൻ കൈമയിലോ നിർജീവമായിട്ടുള്ള കോശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. കട്ടി കൂടിയ കോശഭിത്തിയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ളതിനായതിനാൽ സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും നൽകുന്നു. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ളതിനാൽ സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും നൽകുന്നുണ്ട്. ഇനി ലളിത കലകൾ കണ്ടോ. ലളിത കലകൾ എന്താണ്? ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള കലകൾ ലളിത കലകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ സങ്കീർണ കലകൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അത് നമുക്കിവിടെ പഠിക്കാം. സങ്കീർണ കലകളെ കുറിച്ച് വ്യത്യസ്ത ആകൃതിയും വലിപ്പവുമുള്ള കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് സൈലവും ഫ്ലോയവും. സംവഹന കലകളായിട്ടുള്ള സൈലവും ഫ്ലോയവും. അപ്പൊ ഇവയെ നമ്മൾ എന്ത് പറയും? സങ്കീർണ കലകൾ എന്ന് പറയും. സങ്കീർണ കലകൾ. അപ്പൊ ലളിത കലകൾ എന്ന് പറയുമ്പോൾ പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലിയറൻ കൈമ എന്നിവയൊക്കെ ലളിത കലകളാണ്. സസ്യങ്ങളുടെ സംവഹന കലകളായിട്ടുള്ള സൈലവും ഫ്ലോയവും സങ്കീർണ കലകളാണ്. എന്തുകൊണ്ടാണ് ഇവയെ സങ്കീർണ കലകൾ എന്ന് വിളിക്കുന്നത്? നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അതായത് സസ്യങ്ങളിൽ വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഒക്കെ ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യപ്പെടണം. അപ്പൊ ഈ ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേക തരം കലകളാണ് സംവഹന കലകൾ എന്ന് പറയുന്നത്. ഈ സംവഹന കലകളിൽ തന്നെ പലതരം കോശങ്ങൾ ചേർന്നാണ് ഇവ രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവയെ എന്ത് പറയും? സങ്കീർണ കലകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കാം. നമ്മൾ പറഞ്ഞു ജലം, ലവണങ്ങൾ എന്നിവ സംവഹനം നടത്തുന്നത് സൈലത്തിലൂടെ. ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ഫ്ലോയത്തിലൂടെ. അപ്പൊ സൈലവും ഫ്ലോയവും സംവഹന കലകളാണ്. ഇനി ഓരോന്നിന്റെയും ഇവിടെ ബോക്സ് ആയിട്ട് തന്നിട്ടുണ്ട്, നമ്മളത് ഫില്ല് ചെയ്യാം. ഇത്ര നേരം പഠിച്ചത് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മെരിസ്റ്റമിക കലകൾ. മെരിസ്റ്റമിക കലകൾ നമ്മൾ പഠിച്ചല്ലോ. എന്തായിരുന്നു? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. മെരിസ്റ്റമിക കോശങ്ങളുടെ പ്രത്യേകതയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിറയെ കോശദ്രവ്യമുണ്ട്, വലിയ മർമ്മമുണ്ട്, നേരിയ കോശഭിത്തിയാണ് എന്തിനുള്ളത്? മെരിസ്റ്റമിക കോശങ്ങൾക്ക് ഉള്ളത്. ഓക്കെ, നിരന്തരമായി വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാണ് മെരിസ്റ്റമിക കലകൾ എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ കാണ്ഡത്തിലും വേരിന്റെ അഗ്രങ്ങളിലും ഒക്കെയാണ് പ്രധാനമായിട്ടും മെരിസ്റ്റമിക കോശങ്ങൾ കാണപ്പെടുന്നത്. ത്വരിതഗതിയിലുള്ള വിഭജനം സാധ്യമാക്കുന്നത് ഏതാണ്? ഈ ഒരു മെരിസ്റ്റമിക കലയാണ്. ഇവിടെ നമുക്ക് മെരിസ്റ്റമ കലകളുടെ ഡിവിഷൻസ് തന്നിട്ടുണ്ട്, സബ് ഡിവിഷൻസ്. ഏതൊക്കെയാണ്? വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റത്തെ അഗ്രമെരിസ്റ്റം അല്ലെങ്കിൽ എപ്പിക്കൽ മെരിസ്റ്റം എന്നാണ് പറയുന്നത്. വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗത്താണെങ്കിൽ അഗ്രമെരിസ്റ്റം അല്ലെങ്കിൽ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നു. ഇനി വശങ്ങളിൽ മാത്രം കാണുന്ന മെരിസ്റ്റമിക ടിഷ്യൂസിനെ എന്ത് പറയും? പാർശ്വ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയും. പാർശ്വ മെരിസ്റ്റം വശങ്ങളിൽ മാത്രമാണ് കാണുന്നതെങ്കിൽ പാർശ്വ മെരിസ്റ്റം. ഇനി ഏകബീജ പത്രസസ്യങ്ങളിൽ 2 പർവ്വങ്ങൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റത്തെ പർവാന്തര മെരിസ്റ്റം എന്നുമാണ് പറയുന്നത്. പർവാന്തര മെരിസ്റ്റം. ഏകബീജ പത്രസസ്യങ്ങളിൽ 2 പർവ്വങ്ങൾക്കിടയിൽ 2 നോഡുകൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റത്തെ പർവാന്തര മെരിസ്റ്റം എന്നാണ് പറയുന്നത്.
ഇവിടെ നോക്കിക്കേ, അഗ്രമെരിസ്റ്റം തന്നിട്ടുണ്ട്. അഗ്രമെരിസ്റ്റം അഗ്രങ്ങളിൽ കാണുന്നത്. പാർശ്വമെരിസ്റ്റം സൈഡിൽ കാണുന്നത്. അഗ്രമെരിസ്റ്റം കണ്ടോ, താഴെ തന്നിട്ടുണ്ട്. അഗ്രമെരിസ്റ്റവും പാർശ്വമെരിസ്റ്റവും ആണ് തന്നിരിക്കുന്നത്. കാണ്ഡത്തിന്റെ അഗ്രങ്ങളിലും അതുപോലെ വേരിന്റെ അഗ്രവുമാണ് തന്നിട്ടുള്ളത്. അപ്പൊ കാണ്ഡത്തിന്റെ അഗ്രങ്ങളിലും വേരിന്റെ അഗ്രങ്ങളിലും കാണുന്നത് അഗ്രമെരിസ്റ്റം, പാർശ്വങ്ങളിലാണ് കാണുന്നതെങ്കിൽ പാർശ്വമെരിസ്റ്റവും. ഇനി നമുക്ക് ഇവിടെ ഒരു മുളയുടെ ഇമേജ് തന്നിട്ടുണ്ട്. ഈ മുളയിൽ 2 നോഡുകൾക്കിടയിൽ കാണപ്പെടുന്ന ആ ഒരു മെരിസ്റ്റം, അതാണെന്ത്, പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത്. പർവാന്തര മെരിസ്റ്റം നോക്കിക്കോളൂ. ഏകബീജപത്ര സസ്യങ്ങളിൽ 2 നോഡുകൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം അല്ലെങ്കിൽ ഇന്റർകാലറി മെരിസ്റ്റം. ഇന്റർകാലറി മെരിസ്റ്റം. ഇനി അടുത്തത്, വിഭജനശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങൾ സ്ഥിരകല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ സ്ഥിരകലയ്ക്ക് ഉദാഹരണമാണ് നമുക്ക് തന്നിരിക്കുന്നത് പാരൻ കൈമ, സ്ക്ലിയറൻ കൈമ, കോളൻ കൈമ, സൈലം, ഫ്ലോയം എന്ന് പറയുന്ന ഈ ഒരു സങ്കീർണ കലകളും ലഘുകലകളും ചേർന്നതാണ് സ്ഥിരകലകൾ എന്ന് പറയുന്നത്. ഓക്കെ, പാരൻ കൈമ, സ്ക്ലിയറൻ കൈമ, കോളൻ കൈമ, സൈലം, ഫ്ലോയം എന്നിവ സ്ഥിരകലകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ സസ്യകലകളെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മെരിസ്റ്റമിക കലയെന്നും സ്ഥിര കലയെന്നും. സ്ഥിരകലയെ വീണ്ടും 2ആയി ഡിവൈഡ് ചെയ്യാം. ലളിതകല, സങ്കീർണ കല. അപ്പൊ ലളിതകല എന്ന് പറയുമ്പോൾ പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലിയറൻ കൈമ. സങ്കീർണ കല എന്ന് പറയുമ്പോൾ സൈലവും ഫ്ലോയവും. ഇനി മെരിസ്റ്റമിക കല നമ്മൾ പറഞ്ഞു എന്താണ്, അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം. ഇനി അടുത്തത് ജന്തുകോശം. ജന്തുകോശം എന്ന് പറയുമ്പോൾ അതിന്റെ ഇമേജ് ആദ്യം തന്നിട്ടുണ്ട്. നല്ലൊരു ഇമേജ് തന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഓക്കെ, ഇനി ജന്തുകലകളിലെ കുറച്ച് ടിഷ്യൂസിനെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഈ ഒരു ലൈസോസോം, സെൻട്രിയോൾ, അതൊക്കെ കോശ വിഭജനത്തിന് സഹായിക്കുന്നു, നമ്മുടെ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായതുകൊണ്ട് ഇത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ലൈസോസോം നമ്മൾ പറഞ്ഞു അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നുണ്ട്, അതുപോലെ ജന്തുകോശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത് അല്ലെ, ദഹന രസങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ സെൻട്രോസോമിനെ കുറിച്ചും പറഞ്ഞിരുന്നു. എന്താണ് സെൻട്രോസോമിനെ കുറിച്ച് പറഞ്ഞത്? അത് സെൻട്രിയോളുകൾ കാണപ്പെടുന്ന സെൻട്രോസോമിലാണ്, കോശ വിഭജനത്തിന് സഹായിക്കുന്നുണ്ട് അല്ലെ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്കിവിടെ ആവരണകല, സംയോജക കല, പേശീകല, നാഡീകല, ഇതെന്താണ്, ജന്തുകലകളാണ്. ജന്തുകലകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. ഓടിച്ചിട്ടൊന്ന് പറയാം. ആവരണകല എന്താണ്, പേര് സൂചിപ്പിക്കുന്ന പോലെ ശരീരത്തിന്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു, വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ സഹായിക്കുന്നു, ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സംയോജക കല എന്താണ്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങ് നൽകുന്നു. അസ്ഥി, തരുണാസ്ഥി, രക്തം, നാരുകല എന്നിവയൊക്കെ എന്താണ്, സംയോജക കലകളാണ്. സംയോജക കല എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പേശീകല. പേശീകല അല്ലെങ്കിൽ മസ്കുലാർ ടിഷ്യൂ. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ്. ശരീരചലനത്തെ സാധ്യമാക്കുന്നതാണ്. ഇനി നാഡീകല എന്ന് പറയുമ്പോൾ എന്താണ്, നാഡീകല സന്ദേശവിനിമയം ഒക്കെ സാധ്യമാക്കുന്നുണ്ട്. അതുപോലെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മളെ പ്രതികരിക്കാൻ സഹായിക്കുന്നതൊക്കെ എന്താണ്, നാഡീകല. അതാണ് സന്ദേശവിനിമയം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ യോജക കല എന്നാണ് പഠിച്ചിരുന്നത്. ഇവിടെ നമുക്ക് സംയോജക കല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്, കണക്റ്റീവ് ടിഷ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് സംയോജക കലകൾക്ക് ഉദാഹരണം? അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം എന്നിവ യോജക കലയാണ് അല്ലെങ്കിൽ സംയോജക കലയാണ്. അടുത്തത് വിത്ത് കോശങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. സ്റ്റെം സെൽസ് അല്ലെങ്കിൽ മൂലകോശങ്ങൾ എന്ന് പറയുന്നത് ഏത് കോശമായിട്ടും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നാഡീകോശം, രക്തകോശം, ആവരണകോശം, പേശീകോശം എന്നിങ്ങനെ വിവിധ തരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന ശരീരത്തിലെ സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ. പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും എന്നതിനാൽ അവയെ ശരീരത്തിന്റെ മാസ്റ്റർ കോശങ്ങൾ എന്നുകൂടി വിളിക്കുന്നുണ്ട്. മാസ്റ്റർ കോശങ്ങൾ എന്നറിയപ്പെടുന്നത് വിത്ത് കോശങ്ങളാണ്. ജീർണിച്ച കോശങ്ങളെ ഒഴിവാക്കി പുതിയ കോശങ്ങൾ വളരാനും മുറിവുകൾ ഉണങ്ങാനും വിത്ത് കോശങ്ങൾ സഹായിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ, നമ്മൾ പഠിച്ചതാണ്. വിത്ത് കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മുടെ കലകളിലെ കോശങ്ങളൊക്കെ നശിക്കുമ്പോഴതിന് പകരം പുതിയ കോശങ്ങളൊക്കെ രൂപപ്പെടുന്നത് ഈ വിത്ത് കോശങ്ങളിൽ നിന്നാണ്. വിത്ത് കോശങ്ങൾക്ക് അങ്ങനെ തന്നെ വിത്ത് കോശങ്ങളായി തന്നെ തുടരാനുള്ള കഴിവും ഉണ്ട്. നമ്മുടെ ഈ മജ്ജ, ത്വക്ക്, അന്നപദം ഈ ഭാഗങ്ങളിലെല്ലാം എന്തുണ്ട്, വിത്ത് കോശങ്ങൾ ഉണ്ട്.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം എന്ന് പറയുന്ന ചാപ്റ്ററും കോശങ്ങളും കോശജാലകങ്ങളും എന്ന് പറഞ്ഞ് ഇന്ന് പഠിച്ച ചാപ്റ്ററിലെയും കണ്ടന്റുകൾ തന്നെയാണ് ഈ ഒരു ഭാഗത്തും നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നല്ലൊരു റിവിഷനായി കാണും നിങ്ങൾക്കെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിലെ വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് റിവിഷന്റെ സമയത്ത് അത് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. താങ്ക്